ഹായ് സ്റ്റുഡൻസ്, ഐ എം CS രാഹുൽ. നിങ്ങൾ ഡിസംബർ 2024 CX എക്സാമിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ CX എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എഴുതി പാസ്സാവാം, സക്സസ്ഫുള്ളി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, നിങ്ങൾ എക്സാമിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെല്ലാവരും കോമൺലി വരുത്തുന്ന 3 മിസ്റ്റേക്കുകളാണ്. ഫസ്റ്റ് വൺ, ലാസ്റ്റ് 10 മിനിറ്റ് സ്റ്റഡി. ഒരിക്കലും ഒരു എക്സാമിന് നമ്മൾ എൻറർ ചെയ്യുന്നതിന് മുന്നേ ലാസ്റ്റ് അവസാന 10 മിനിറ്റ് ഹറിബറിയായിട്ട് പഠിക്കാനേ പാടില്ല. ആ സമയം നമ്മൾ ഒരു ലോങ് ബ്രീത്ത് എടുത്ത് മാക്സിമം കൂളായിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ചെറിയ ചോക്ലേറ്റ് കയ്യിൽ കരുതുക. അത് എക്സാമിന് ഒരു 10 മിനിറ്റ് മുമ്പ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനെ അത് നന്നായി ബൂസ്റ്റ് ചെയ്യാനും എക്സാം നന്നായി പ്രസൻറ്റ് ചെയ്യാനും സാധിക്കും. CX എക്സാമിന് എക്സാം പേപ്പർ തന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്കൊരു കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ ഒരിക്കലും എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ആ കൂൾ ഓഫ് ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ആ 10 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താ വെച്ചാൽ സ്കാനിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആ ക്വസ്റ്റ്യൻസിനെ ഫുള്ളും ഒന്ന് വേഗം തന്നെ സ്കാൻ ചെയ്തെടുക്കുക. നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ടാസ്ക്. CS എക്സാമിനേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. CS എക്സാമിന് നമുക്കൊരു 3, 4 അല്ലെങ്കിൽ 6, 7 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കാറ്റഗറി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ 6 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിലെ ഏറ്റവും നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാമെന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസിനെ ഓർഡർ ചെയ്യുക. അതായത് ഇപ്പോൾ ഐദർ 3 or 3A അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. ഒന്നിലോ ക്വസ്റ്റ്യൻ നമ്പർ 3 എഴുതാം, അല്ലെങ്കിൽ 3A എഴുതാം. അതിൻ്റെ അണ്ടറിൽ കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ ഒരു 2 or 3 സബ് ക്വസ്റ്റ്യൻസിന് അറിയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3A ആണെങ്കിൽ നമുക്കൊരു 4 സബ് ക്വസ്റ്റ്യൻസ് അറിയാം. അപ്പോൾ നമ്മൾ ഏതോ ക്വസ്റ്റ്യൻ ഓപ്റ്റ് ചെയ്യണം, 3A എടുക്കണം. അതുപോലെ നമ്മൾ ഏറ്റവും നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് പോലെ സെലക്ട് ചെയ്ത് വയ്ക്കുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കാൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് കാറ്റഗറി, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്ത് പഠിച്ചു, നമുക്ക് എന്തറിയാം എന്നുള്ളതല്ല നമ്മൾ എക്സാം പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യാറ്. നമ്മളോട് എന്ത് ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചേക്കുന്നത്, എന്താണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്ന് മനസ്സിലാക്കി ഒരു പ്രൊഫഷണൽ അഡ്വൈസ് കൊടുക്കുന്ന പോലെ നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അതായത് നമുക്ക് എന്തറിയാം, ഞാൻ എന്ത് പഠിച്ചു എന്നുള്ളതല്ല നമ്മൾ എക്സാം പേപ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്, അതിനാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ടൈമിൽ തന്നെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ 4th ടാസ്ക്, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടാസ്ക്, ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ എ കോൺഫിഡൻസ് ഓർഡർ. അതായത് നമ്മൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ്, ഏറ്റവും നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും ആദ്യം തന്നെ എഴുതുക. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 1ലെ സബ് ക്വസ്റ്റ്യൻ 1 ആണ് എനിക്ക് ഈ 6 ക്വസ്റ്റ്യൻസിൽ ഏറ്റവും നന്നായി അറിയുന്നെങ്കിൽ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1 അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻ B ആയിരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ഓപ്റ്റ് ചെയ്യണം, 5B. നമ്മൾ ഏത് ഓർഡറിൽ എക്സാം വേണമെങ്കിൽ എഴുതാം. ഓർഡർ മാറിപ്പോയത് കൊണ്ട് നമുക്ക് മാർക്ക് കുറയേയില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതണം, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. അങ്ങനെ ഒരു ഓർഡറിൽ എഴുതി പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ എക്സാം ചെയ്യുന്ന എക്സാമിനർ വിചാരിക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു, ഈ കുട്ടിക്ക് നല്ലപോലെ എഴുതാൻ അറിയാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ കുട്ടി നന്നായി എഴുതിയിട്ടുണ്ട്, 3rd ക്വസ്റ്റ്യനും നന്നായി എഴുതിയിട്ടുണ്ട്. ആ ഒരു ഓർഡറിൽ പോകുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. എക്സാമിനർക്ക് ഇത് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നും നന്നായി കാര്യങ്ങൾ അറിയുന്ന കുട്ടിയാണെന്നും ഒരു ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ല, നമ്മളിപ്പോൾ ഓപ്റ്റ് ചെയ്യാണ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയാം, 2ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഏവറേജ് എന്തൊക്കെയോ അറിയുള്ളൂ, അപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തു. 3ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഒട്ടും അറിയില്ല, ഞാനതും അറ്റൻഡ് ചെയ്തു. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ഒരു ഇമാജിനേഷൻ കിട്ടുക, എക്സാമിനർ എന്താ വിചാരിക്കുക, ഈ കുട്ടിക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ അറിയാം, എന്നാൽ നല്ല തറവായിട്ട് അറിയില്ല. അത് നമ്മളെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ എക്സാം റിസൾട്ടിൽ നമ്മുടെ മാർക്കിൽ നന്നായി റിഫ്ലക്റ്റ് ചെയ്യും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള പോലെ ഏറ്റവും നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക, പിന്നെ നെക്സ്റ്റ് വൺ. ആ ഓർഡറിൽ നിങ്ങൾ ആൻസർ ചെയ്ത് പോവുക. നെക്സ്റ്റ് ടാസ്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം എക്സാം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എക്സാം എഴുതുക. നമ്മൾ ICSIൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, നമ്മളെ ക്ലാസ് അത് വെച്ചിട്ടായി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക, നമ്മുടെ മെറ്റീരിയൽ അത് വെച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ICSIയിലെ വരുന്ന വേർഡ്സ്,
അവരുടെ സെൻറ്റൻസുകൾ, അങ്ങനത്തെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്ഷൻസ് കോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം സെക്ഷൻസ് കോട്ട് ചെയ്യുക. കേസ് ലോസ് അറിയുകയാണെങ്കിൽ കേസ് ലോസ് എഴുതുക. ഫോർ എക്സാമ്പിൾ നമുക്ക് കേസ് ലോസ് അറിയില്ല, പേരേ അറിയില്ല, പക്ഷെ കണ്ടന്റ് അറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? എ ബി എന്നുള്ള രീതിയിൽ, എ വേഴ്സസ് ബി എന്നുള്ള രീതിയിൽ ആ കണ്ടന്റ് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എക്സാം കീ എന്നുള്ള സംഭവം സിലബസ് ഓറിയൻറ്റഡ് ആയിരിക്കും. സിലബസിലെ കാര്യങ്ങളായിരിക്കും എക്സാം കീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. എക്സാമിനറുടെ കയ്യിലും എക്സാം കീ ഇതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഭയങ്കര ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എക്സാം എഴുതുകയാണെങ്കിൽ. കൂടുതൽ മെറ്റീരിയലിലെ കേസ് സ്റ്റഡീസ്, സെക്ഷൻസ്, അതേ വേർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സം ടൈപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട് മെറ്റീരിയലിൽ, അവർ സ്പെസിഫിക് ആയി പറയുന്ന ചില വേർഡുകളുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. CS എക്സാമിന് എല്ലാവരും ഈ ഒരു ഫോർമാറ്റിലാണ് എക്സാം എഴുതുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? നമ്മളുടെ മാർക്ക് എങ്ങനെ ആഡ് ഓൺ ചെയ്യാം, എങ്ങനെ നമ്മുടെ മാർക്ക് കൂട്ടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അറിയുന്ന ആൻസറുകൾ, ഇപ്പോൾ കേസ് ലോസ്, സെക്ഷൻസ്, അല്ലെങ്കിൽ ആ പറയുന്ന ടെക്സ്റ്റുവൽ വേർഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റൂൾ പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കേസ് ലോസ് ഒക്കെ എഴുതുമ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എഴുതുന്ന കാര്യങ്ങളിലെ പോയിന്റുകളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സാമിനർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര ഈസി ആയിട്ട് എക്സാം വാല്യൂ ചെയ്യുന്ന സമയത്ത് എക്സാമിനർക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് പിക്ക് ചെയ്യാനും സാധിക്കും. നമ്മൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ദ കീവേഡ്സ്, സെക്ഷൻസ്, കേസ് ലോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, നമ്മൾ ആൻസർ എഴുതുമ്പോൾ വെയിറ്റ് ബേസിസിൽ എഴുതുക. വെയിറ്റേജിനനുസരിച്ച് നമ്മൾ ആൻസർ എഴുതുക. ഫോർ എക്സാമ്പിൾ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ഉള്ള വെയിറ്റേജ്, അതിനുള്ള പ്രിഫറൻസ് കൊടുത്തിട്ട് അതിനുള്ള വെയിറ്റേജിൽ എക്സാം എഴുതുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനുള്ള വെയിറ്റേജ് കൊടുക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മിനിമം 5 പോയിൻ്റെങ്കിലും വേണം. ഞാൻ പറയുകയാണെങ്കിൽ അഡീഷണലി ഒരു 2 പോയിൻ്റ് കൂടി ആഡ് ചെയ്യുക, ഒരു മിനിമം 7 പോയിൻ്റെങ്കിലും എഴുതാൻ ശ്രമിക്കുക. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് അതിൻ്റേതായ വെയിറ്റേജ് കൊടുക്കുക. അതായത് ചെറിയ 2-3 മാർക്കിന് കുറേ എഴുതി വെക്കാതെ പോയിൻ്റ് ബ്രീഫ് ചെയ്ത് ഏറ്റവും ഓൺ ദ ബേസിസ് ഓഫ് വെയിറ്റേജ് നമുക്ക് എങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? വെയിറ്റേജിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള ആൻസർ കൊടുക്കുക. ചെറിയ ക്വസ്റ്റ്യന് എലാബറേറ്റ് ചെയ്ത് എഴുതാതെ ബ്രീഫായി എഴുതി പെട്ടെന്ന് തന്നെ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ പല സ്റ്റുഡൻസും എന്ത് ചെയ്യും? പല ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഒരു ക്വസ്റ്റ്യന് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മാക്സിമം ഈ 3 hours നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫൈനലി എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാനുള്ള സമയം കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ നമ്പർ മാറിപ്പോയിരിക്കാം, നമ്മൾ എഴുതിയ കണ്ടൻറ്റിൻ്റെ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ എഴുതിയ ടോപ്പിക് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ആ ടൈമിലാണ് മനസ്സിലാവുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനലി ഒരിക്കലും ഒഴിവാക്കാൻ പാടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എഴുതിയ എക്സാം എന്തോ ആവട്ടെ, ഫൈനലി അത് നമ്മളൊരു 20 മിനിറ്റ് വായിക്കാനെങ്കിലും ടൈം കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ 3 മണിക്കൂറിനെ ഒരു 3 സെക്ഷനായി തിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ വെയിറ്റേജുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ ഒരു 3/4 മണിക്കൂറും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ, വലിയ ക്വസ്റ്റ്യൻസ് എഴുതാൻ ബാലൻസ് ടൈം അതിൽ നിന്ന് ഒരു 20 മിനിറ്റ് നമ്മൾ എന്തിനും കണ്ടെത്തണം. എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ ഒന്ന് റീഡ് ഫുള്ളായി നമുക്കൊന്ന് വായിച്ച് നോക്കാനുള്ള ടൈം കണ്ടെത്തണം. ഇങ്ങനെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പാസ്സാവാനും എക്സ്ട്രാ ബാക്കി സ്റ്റുഡൻസ്, അതർ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും 2024 എക്സാമിന് വെയിറ്റിംഗ് ആണെന്നറിയാം. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന ചെറിയ ടിപ്സൊക്കെ ഉപയോഗിച്ച് എക്സാമിന് അത് പ്രസൻറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാവരും നല്ല ഹൈ മാർക്ക് കൂടി പാസ്സാവട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.